നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. ഇത് വന്നിട്ട് പഞ്ചമതിഥി അപ്ഡേറ്റ്. പഞ്ചമതിഥി വരുന്നത് മാർച്ച് 8-ാം തീയതി ഞായറാഴ്ചയാണ്, തേയ്പ്പിറ പഞ്ചമി. പൂജാ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 7-ാം തീയതി ശനിയാഴ്ച രാത്രി 9 മണി വരെയാണ്. പോയ 2 വർഷം കൊണ്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വരുന്നവരാണ്, നിങ്ങൾക്കും ഇതിൽ ഉൾപ്പെടണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ഇനിയൊരു 3 ദിവസം ടൈമേ ഉള്ളൂ, അതിനുള്ളിൽ വരുന്ന പേരുകളെ എനിക്ക് എടുക്കാനൊക്കത്തുള്ളൂ. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല്, ഒരു എമർജൻസി സിറ്റുവേഷൻ, ഉടനെ നമുക്കൊരാവശ്യത്തിന് പണം വേണം, അതല്ല നമ്മൾ മനസ്സിൽ കരുതിയ വിഷയം നമുക്ക് അനുകൂലമായിട്ട് വരണം, ഇങ്ങനെ ഉടനെ നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന മാതിരി ഒരു സൂപ്പർ ആയിട്ടുള്ള മെത്തേഡ്. ഇതൊരു സീക്രട്ട് മെത്തേഡാണ്. ഇത് വന്ന് നമുക്ക് പെട്ടെന്ന് ഫലം തരും. അതായത് ഒരു 1 അവറിൽ, ഒരു ചില പേർക്ക് അത് 5 മിനിറ്റ്സിൽ തന്നെ ഫലം കൊടുത്തിട്ടുണ്ട്. നിറയെ പേര് വന്നിട്ട് 5 മിനിറ്റിൽ ഫലം കിട്ടി എന്ന് പറഞ്ഞിട്ടും ഉണ്ട്. സോ നിങ്ങൾ വീഡിയോ വന്നിട്ട് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക, ശരിയാ? എന്താ പറയണെച്ചാല്, എന്നാലും നിങ്ങൾക്കത് ഏത് മാതിരിയുള്ള പ്രൊസീജിയറിലെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അതിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ശരിയാ? ഇതിന് വന്നിട്ട് യാതൊരുവിധ റൂളും ഇല്ല. ഒത്തിരി എളിമയായി ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട്. അതെന്താണെന്ന് നോക്കാം. വരൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഞാന് നിറയെ ദേവതകളുടെ പതിവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് മുഖ്യമായിട്ട് ഏഞ്ചൽ ഡേ വരുന്ന സമയത്തിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് അറിയാം. എന്നാല് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ഈ ദേവത വന്നിട്ട് സാധാരണ ആയിട്ട് ഒരു സിറ്റുവേഷൻ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നാലും, എനിക്ക് ഉടനെ കുറച്ച് പണം വേണം, എനിക്ക് ഉടനെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ വേണം, അങ്ങനെയെല്ലാം മനസ്സിൽ കരുതിയാല് ഈ ദേവതയെ വന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ദേവത ഏഞ്ചൽ. നിറയെ പേർക്ക് ഈ ദേവതയെ അറിയാം. മാത്രമല്ല, ഈ ദേവതയെ കുറിച്ച് ഞാൻ മുന്നേയും പതിവ് ചെയ്തിട്ടുണ്ട്. എന്നാല് ഞാൻ ഇന്ന് പറയുന്ന ഈ മുറ വന്നിട്ട് ഒരു മിക്കവാറും പേർക്കും അറിയില്ലാത്തതാണ്. അതിനാലെയാണ് ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നിധിക ദേവതയെ പറ്റി നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, നമ്മുടെ ചാനലിൽ തന്നെ പതിവ് ചെയ്തിട്ടുണ്ട്. നിധിക ദേവത വഴിപാട് എന്നത് ഒത്തിരി ഈസി ആയിട്ടുള്ള വഴിപാട്. ഈ ദേവതയെ വന്നിട്ട് നമ്മൾ വിളിച്ചാൽ മതി, എല്ലാവർക്കും വന്ന് ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ നിധിക ദേവത വന്നിട്ട് മെയിൻലി പണത്തിന്റെ ആളാണ്. പണം സംബന്ധപ്പെട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും നിധിക ദേവത തീർച്ചയായിട്ടും നമുക്കത് ചെയ്തു തരും. ഇത് വന്നിട്ട് പണം സംബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, നിങ്ങൾ എന്ത് വിഷയം മനസ്സിൽ കരുതിയാലും അതിന് വന്നിട്ട് ഉടനെ തന്നെ ഒരു പോസിറ്റീവായ ആൻസർ കൊടുക്കും ഈ നിധിക ദേവത. അത്രയും അളവിന് പവർഫുൾ ആയ ഒരു ദേവത എന്ന് നിറയെ ഇൻഫർമേഷൻസ് ഇരിക്കുന്നുണ്ട് അവരെ പറ്റി. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ പുതുസായി വന്നവരാണ്, ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. എങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഇടുന്ന പതിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. മാത്രമല്ല, ഈ പതിവ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരണേ. ഈ ദേവതയെ നമ്മൾ വഴിപാട് ചെയ്യുന്നതിന് ഒരു ചില സൂക്ഷ്മ മുറകൾ ഇരിക്കുന്നുണ്ട്, ശരിയാ? ഈ ദേവതയെ നമുക്ക് എന്ന് വേണമെങ്കിലും വഴിപാട് ചെയ്യാവുന്നതാണ്. എന്നാലും നവമി, അഷ്ടമി, സപ്തമി, അമാവാസ്യ, പഞ്ചമി, പൗർണമി ഇങ്ങനെയുള്ള നാളുകളിൽ ഈ ദേവതയ്ക്ക് വഴിപാട് ചെയ്യുന്നതും ഒത്തിരി പവർഫുൾ ആയതാണ്. സോ നിങ്ങൾക്ക് ഈ നാളുകളിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നോർമലി നിങ്ങൾ എന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതും നിങ്ങളുടെ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പൊ തന്നെ കൈ കൊടുക്കും, അതാണ് വാസ്തവം. ഇനി നിങ്ങൾ പിക്ചറിലോട്ട് നോക്കിക്കോളൂ. ഇത് ഒരു സിമ്പല്. ഈ സിമ്പല് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഇതിൽ ഞാൻ എങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നോ അതുപോലെ തന്നെ നിങ്ങളും വരച്ചോളുക. പറഞ്ഞു വന്നാൽ ഇതൊരു കോലം പോലെയല്ലേ ഇരിക്കുന്നത്. സോ ഇതെങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ വരച്ചോളുക. ഈ സിമ്പൽ നിങ്ങൾക്ക് വരച്ചു വെക്കാനായിട്ട് 2 നിമിഷം പോലും വേണ്ട, ഒരേ ഒരു നിമിഷം മാത്രം മതി അല്ലേ? ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇത് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ഒരു ഗ്രീൻ കളർ പെൻ വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. എന്നതിന് ശേഷം, ഇത് വരച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇപ്പൊ പണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണം വേണമെന്ന് പറയുക. അതല്ല, ഉടനെ ഒരു ഹെൽപ്പ് വേണം, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഹെൽപ്പ് വേണം,
അങ്ങനെ കരുതുന്നവരോ, അതായത് നിങ്ങൾ ആരുടെയെങ്കിലും പോയി ഒരു സഹായം ചോദിക്കാൻ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് കാര്യത്തിന് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം എന്ന് പറയുന്നതിനാല് ഈ ചിഹ്നം മാത്രം നിങ്ങൾ അങ്ങനെ വരച്ചോളുക. നിങ്ങൾക്ക് ദീപം വയ്ക്കാം, നോട്ടിൽ എഴുതാം, എന്ത് വേണോ ചെയ്യാവുന്നതാണ്. ശരിയാ, റൂൾസ് ഒന്നും ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് എവിടെ വേണോ ചെയ്യാവുന്നതാണ്. ഇപ്പൊ പൂജാറയിലാണെങ്കിൽ കോലം പോലെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. വൈറ്റ് ഷീറ്റിലോ നോട്ടിലോ വരയ്ക്കുന്നെങ്കിൽ ഗ്രീൻ പെന്നോ അല്ലെങ്കിൽ റെഡ് പെന്നോ വെച്ച് വേണമെങ്കിലും വരയ്ക്കാം. ശരിയാ, മോസ്റ്റ്ലി ഗ്രീൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പണവശ്യത്തിന്റെ കളർ ഗ്രീൻ ആണ്, അതിനാൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരേ ഒരു തവണ മാത്രം വരച്ചാൽ മതി. വരച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമോ ആ ഹെൽപ്പ് വന്നിട്ട് തീർച്ചയായും ഒരു 5 നിമിഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മണി നേരത്തിനുള്ളിൽ എനിക്ക് ആൻസർ വന്നു, എൻ്റെ കാര്യങ്ങൾ നടക്കും, അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ഈ നിധികാ ദേവതയുടെ പേര് ചൊല്ലിക്കൊള്ളുക. അതുവേ പോതും. നിധിക നിധിക, അങ്ങനെ ഇവരെ മനസ്സാലെ നിങ്ങൾ വിളിച്ചോണ്ടേയിരിക്കുക. നിങ്ങൾ നിധികാ ദേവതയോട് ഇങ്ങനെ വിളിക്കുമ്പോൾ, ദേവതയെ വിളിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നടന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യണം. ശരിയാ, മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ട് നിങ്ങൾ ഈ ദേവതയെ വിളിക്കുമ്പോൾ ആ ദേവത നിങ്ങളെ അടുത്ത് വന്നിട്ട് നിങ്ങളെ കൈകൾ പിടിച്ച്, ഇതാ നീ കേട്ട പണം ഞാൻ തന്നിരിക്കുന്നു, ഇതാ നീ കേട്ട സഹായം ഞാൻ നിനക്ക് ചെയ്തു തന്നിരിക്കുന്നു. അങ്ങനെ തന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുമോ അത് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യണം. അങ്ങനെ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് ഒരു 3 നിമിഷം ഇത് ചൊല്ലിക്കൊള്ളുക. ശരിയാ, ഒരു 27 മുറ നിധിക 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 എന്ന് നിധികാ ദേവതയുടെ പേര് നിങ്ങൾ 27 തവണ, അത് 2 നിന്ന് ഒരു 3 നിമിഷം വരെ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. ഒത്തിരി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന നെയിമാണിത്. ശരിയാ, ഇത്രയേ ഉള്ളൂ, വേറൊന്നും ഇല്ല. ഇത് നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ ഇരുന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഈ മുറ. ഇത് നിറയെ പേർക്ക് അറിയില്ല. നിങ്ങൾ കരുതും നിധികാ ദേവത ഈ നാളില് ആ നാളിലെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഒന്നുമില്ല. പറയുന്നത് അതുപോലെ കേട്ട് മനസ്സിലാക്കി ചെയ്തോളുക. എമർജൻസി സിറ്റുവേഷന് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിധികാ ദേവതയെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്നത് എന്താ വെച്ചാല്, ഒരു ഹെൽപ്പ് എന്ന് വെച്ചാല് ആരും കൈ കൊടുക്കില്ല, ആരും നമ്മളെ രക്ഷിക്കാൻ വരത്തില്ല, ദൈവം ഓടി വന്ന് നമുക്ക് ഉദവി ചെയ്യുമോ, അങ്ങനെ നമ്മൾ ഒരു കൈ താങ്ങായി പിടിക്കണം എന്ന് കരുതിയിരിക്കുന്നവരുണ്ടാവും. ആ കൈയായിട്ട് ഈ ദേവത നമ്മളുടെ കൂടെ ഇരിക്കും. ഞാൻ ഇരിക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ഓടി വന്ന് കൈ കൊടുക്കുന്ന മഹാദേവത. ശരിയാ, സോ നിങ്ങള് അവശ്യം ഈ ദേവതയെ ഫോളോ ചെയ്തോളുക. ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും നിങ്ങൾക്ക് ദേവത കൈ കൊടുക്കും. സോ ഞാന് പറയാമെന്ന് കരുതിയത് ഇതാണ്. നിങ്ങൾ തീർച്ചയായും ആ സിമ്പിൾ വന്നിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. എമർജൻസി സിറ്റുവേഷൻസിൽ നിങ്ങൾ അത് യൂസ് ചെയ്തോളുക. ശരിയാ, എപ്പോഴെല്ലാം നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻ വരുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു നോട്ടിൽ വരച്ചു വെച്ചോളുക. പണമെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരോട് ധാരാളമായിട്ട് കേൾക്കാവുന്നതാണ്. ഒരു 500 രൂപയല്ല, ഒരു 1000 രൂപയല്ല, ഒരു 5 നിമിഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതി കേട്ടാലും കിട്ടും. എന്നാലും ഉടനെ തന്നെ എനിക്കൊരു 10 ലക്ഷം വേണം, 20 ലക്ഷം വേണമെന്നൊന്നും ചോദിക്കരുത്. അതൊക്കെ അഹംഭാവമാണ്. ശരിയാ, 1 അവറിൽ കൂടെ നിറയെ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല 5 നിമിഷത്തിലെ 5 മിനിറ്റിലെ റിസൾട്ട് കിട്ടിയവർ ഒത്തിരി എനിക്ക് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. നിധികാ ദേവതയെ ഫോളോ ചെയ്ത് വരുന്നവർ ഒത്തിരി പേരുണ്ട്. അവരുടെ അടുത്ത് നിന്ന് ഒത്തിരി നല്ല നല്ല ഇൻഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. നിറയെ പേർക്ക് ലൈഫിൽ സക്സസ് കൊടുത്തിരിക്കുന്ന ദേവത. സോ ഞാൻ പല പേർക്ക് ഇത് പറഞ്ഞു കൊടുത്ത മുറയാണ്. നിങ്ങൾക്കും സക്സസ് വരട്ടെ, നിങ്ങളും ചെയ്ത് നോക്കിക്കോളുക. ഈ ഒരു മെത്തേഡിലും ഇത് യൂസ് ചെയ്യാം, ദേവതയെ ഇങ്ങനെയും വിളിക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പതിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.